ഈ ഓണത്തിന് തിയേറ്ററിൽ റിലീസായ സിനിമയായിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സിനിമയിൽ സൂപ്പർ നാച്ചുറൽ ഹീറോയായി കല്യാണി പ്രദേശനാണ് ചിത്രത്തിലെത്തുന്നത്. പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി ബോക്സ് ഓഫീസിൽ 250 കോടിയും കഴിഞ്ഞ് തേരോട്ടം തുടരുകയാണ് ലോക. പറഞ്ഞു വരുന്നത് സിനിമയെക്കുറിച്ചല്ല. ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ചരിത്രം കുറിക്കാൻ ശാന്തി എന്ന തിരക്കഥാകൃത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയിൽ ശാന്തി ബിക്ക് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് തിരക്കഥാ സഹായി എന്ന നിലയിലല്ലെന്ന് സിനിമ കണ്ടവർ ശ്രദ്ധിച്ചു കാണും. ഡ്രമാറ്റർജി ശാന്തി ബി എന്നാണ് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. മലയാള സിനിമയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ക്രെഡിറ്റ് നെയിം കാണുക. ഹോളിവുഡിലൊക്കെ ഇത് സർവ്വസാധാരണമാണ്. ഒരു സിനിമയുടെ കഥ പഠിച്ചിട്ട് അതിനാവശ്യമായ റിസർച്ച് നടത്തി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അത് യൂസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നതാണ് ഡ്രമാറ്റർജി. ലോകയുടെ കഥയെടുത്താൽ കുറേ ഫ്യൂച്ചറിസ്റ്റിക് എലമെൻ്റ് ഉണ്ട്, ഐതിഹ്യവുമായി ബന്ധപ്പെട്ട എലമെൻറ്റ്സ് ഉണ്ട്, പാട്ടുകൾ, സംഗീതം തുടങ്ങി എല്ലാ കാര്യങ്ങളും റിസർച്ച് നടത്തി കോൺട്രിബ്യൂഷൻ നടത്തി റിസർച്ച് അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിളിയെ കിളി എന്ന സോങ് സിനിമയിൽ യൂസ് ചെയ്തത് ശ്രദ്ധിച്ചു കാണും. ഇത് സജസ്റ്റ് ചെയ്തത് ശാന്തിയായിരുന്നു. ഇതിലൊരു ഫോക്ലോർ സോങ് വരുന്നുണ്ട്, അതിൽ പുതിയൊരു ഭാഷ കൊണ്ടുവരുന്നുണ്ട്. അത് പഠിച്ച് ഈ സിനിമയ്ക്ക് ചേരുന്നതാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതായുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ ഇതൊക്കെയാണ് സിനിമയിൽ ഡ്രമാറ്റർജി എന്ന് പറയുന്നത്. അതായത് കല്യാണിയെ കൂടാതെ വേറൊരു സൂപ്പർ ഹീറോ ഉണ്ട് ലോക സിനിമയിൽ എന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയിൽ ഇതാദ്യമായാണ് ചെയ്യുന്നത്. അതിനൊരു ഫീമെയിൽ തന്നെ മുൻകൈ എടുത്തു എന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കഥയിലെ പ്രധാന ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഡ്രമാറ്റർജി. ഇത് പ്രേക്ഷകരിൽ കൂടുതൽ ആകാംക്ഷയും ചിന്തകളും ഉണ്ടാക്കാൻ സഹായിക്കും. കഥ എഴുതുന്നതിനൊപ്പം സിനിമയിലെ സംഭാഷണങ്ങൾ, ദൃശ്യങ്ങൾ, ശബ്ദം, എഡിറ്റിംഗ്, അഭിനേതാക്കളുടെ പ്രകടനം എന്നിവയെല്ലാം ഒരുപോലെ പ്രധാനമാണ്. ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന് കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. സിനിമയുടെ കാര്യത്തിൽ കഥയെ ആകർഷകവും വ്യക്തവും അർത്ഥമുള്ളതാക്കാൻ ഡ്രമാറ്റർജി സഹായിക്കുന്നുണ്ട്. കഥ എങ്ങനെ പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, രംഗങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഡ്രമാറ്റർജിയാണ്. ഡ്രമാറ്റർജിയുടെ പ്രധാന ലക്ഷ്യം പ്രേക്ഷകർക്ക് ആകാംക്ഷ, സന്തോഷം, അറിവ് അല്ലെങ്കിൽ മറ്റ് വികാരങ്ങൾ കൃത്യമായ സമയത്ത് നൽകുക എന്നതാണ്. ചുരുങ്ങിയ വാക്കുകളും രംഗങ്ങളും ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുക, ഓരോന്നിനും കൂടുതൽ ശക്തി നൽകുക എന്നതാണ് ഡ്രമാറ്റർജിയുടെ ലക്ഷ്യം. ഇത് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല ഡ്രമാറ്റർജി ഉപയോഗിച്ചാൽ പ്രേക്ഷകർ കഥയിൽ മുഴുകിപ്പോകും. ഡ്രമാറ്റർജി എന്ന ആശയം ആദ്യമായി നാടകത്തിലാണ് ഉപയോഗിക്കുന്നത്. നാടകത്തിലെ കഥപറച്ചിലിൻ്റെ രീതികളും പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളും സിനിമയിലേക്ക് പിന്നീട് മാറ്റിയതാണ്. ഇന്നത്തെ സിനിമകളിൽ ഡ്രമാറ്റർജി സങ്കീർണമായ ആശയങ്ങളും വികാരങ്ങളും എളുപ്പത്തിൽ പറയാൻ സഹായിക്കും. അതുപോലെ പ്രേക്ഷകരെ കഥയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. സിനിമാറ്റോഗ്രാഫിക് ഡ്രമാറ്റർജി സിനിമയുടെ കഥ പറച്ചിലിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. കഥ എങ്ങനെ കാണിക്കണം, കേൾപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഡ്രമാറ്റർജിയാണ്. ഇത് പ്രേക്ഷകരുടെ ശ്രദ്ധയും വികാരങ്ങളും കൃത്യമായി നിയന്ത്രിക്കും. ഡ്രമാറ്റർജി കഥയിലെ കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അടുക്കി വെക്കും. എപ്പോൾ എന്ത് പറയണം, കഥാപാത്രങ്ങളുടെ ഉദ്ദേശങ്ങൾ എപ്പോൾ വെളിപ്പെടുത്തണം, പ്രശ്നങ്ങൾ എപ്പോൾ അവതരിപ്പിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഡ്രമാറ്റർജിയാണ്. ഓരോ രംഗവും കഥയുടെ വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇത് തീരുമാനിക്കും. ഇത് സാഹചര്യങ്ങളെ നാടകീയമായ രംഗങ്ങളാക്കി മാറ്റും. അബ്സ്ട്രാക്റ്റ് ആശയങ്ങളെ വിഷ്വൽ രൂപത്തിൽ അവതരിപ്പിക്കും. കഥാപാത്രങ്ങൾക്ക് വ്യക്തിപരമായ സ്റ്റോറി ലൈൻ നൽകും. ഇത് കഥയെ കൂടുതൽ ആകർഷകമാക്കും. ക്യാമറ എങ്ങനെ ചലിപ്പിക്കണം, ഏത് ആംഗിളിൽ ഷൂട്ട് ചെയ്യണം, എഡിറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഡ്രമാറ്റർജിയാണ്. ഇത് സിനിമ കാണുന്നവരുടെ കാഴ്ചപ്പാടുകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കും. പ്രേക്ഷകരെ കഥയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നു. അവരെ പാസീവായി വെക്കുന്നതിന് പകരം ആക്റ്റീവാക്കുന്നു. മൊണ്ടേജ്, സൗണ്ട്, ലൈറ്റിംഗ്, മിസൻ സീൻ തുടങ്ങിയ സിനിമാറ്റിക് ടെക്നിക്സ് ഉപയോഗിച്ച് അവരുടെ സ്പെസിഫിക് ഫീലിംഗ്സിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. പ്രധാനപ്പെട്ട രംഗങ്ങളിൽ വികാരങ്ങൾ ഉയർത്തുന്നു. സിനിമയുടെ ലോകത്ത് ഓതൻസിറ്റി നൽകുന്നു. കഥാപാത്രങ്ങളുടെ വളർച്ച, അവരുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഹേർഡിൽസ്, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്നിവയെല്ലാം ഡ്രമാറ്റർജിയുടെ ഭാഗമാണ്. ഇത് പ്രേക്ഷകരുടെ എമ്പതി വർദ്ധിപ്പിക്കും. അതുപോലെ കഥയിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ട്രെയിൽസ് ഉള്ള കഥാപാത്രങ്ങൾ സസ്പെൻസ് കൂട്ടുന്നു. ഇമോഷണൽ റിസോണൻസ് ഉണ്ടാക്കുന്നു. ഇത് കഥയെ കൂടുതൽ എൻഗേജിംഗ് ആക്കുന്നു, കോംപ്ലക്സ് ആക്കുന്നു. ഡ്രമാറ്റർജി സിനിമയുടെ കഥയുടെ രൂപരേഖയാണ്. ഇത് സിനിമയുടെ എല്ലാ ഭാഗങ്ങളെയും ഒരുമിച്ച് പ്രേക്ഷകർക്ക് നല്ല അനുഭവം നൽകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സിനിമയിലെ ഡ്രമാറ്റർജി എന്നത് കഥ എങ്ങനെ പറയണം, പ്രേക്ഷകരെ എങ്ങനെ ആകർഷിക്കണം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. ഇത് സിനിമയുടെ എല്ലാ ഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ സഹായിക്കും. സിനിമയുടെ വിജയത്തിന് ഡ്രമാറ്റർജി ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ലോക സിനിമയിൽ ശാന്തി ബി നല്ല രീതിയിലുള്ള റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഇനിയും ചാപ്റ്ററുകൾ വരാനുണ്ട്. നമുക്ക് നല്ല സിനിമകൾ ശാന്തി ബിയുടെ ഡ്രമാറ്റർജിയിലൂടെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.